എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം എല്ലാർ പൊട്ടി കൊമ്പിടിഞ്ഞാമക്കൽ. ഇന്ന് നമ്മൾ വീണ്ടും കുറച്ച് ബാഗുകളാണ് കാണിക്കുന്നത്. പ്രീമിയം റേഞ്ചിലുള്ള ബാഗുകളാണ്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം. കാണിക്കുന്ന ബാഗ്, ഈ ബാഗ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ഞാൻ പല തവണയായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ബാഗാണ്. ഇപ്പോഴും വളരെ കുറച്ച് പീസുകൾ മാത്രമാണ് കിട്ടിയിട്ടുള്ളൂ. ഒരുപാട് കസ്റ്റമർ എൻക്വയറി ഉണ്ടായിരുന്ന ഒരു ബാഗായിരുന്നു ഇത്. കാരണം ഇതിന് കുറച്ച് കമ്പാർട്ട്മെന്റുകൾ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു ഇതിന് ഇത്രയും റിവ്യൂ വന്നത്. അപ്പം റിവ്യൂ അല്ല, എൻക്വയറി വന്നത്. അപ്പൊ ഫസ്റ്റ് കാണിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത്, ഇത് അംബിക ബ്രാൻഡിൽ വന്നിരിക്കുന്ന ഒരു ബാഗാണ്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗണിലേക്കൊക്കെ കടക്കുന്ന ഒരു ഷെയ്ഡ്, എന്നാൽ ഒരു മഡിന്റെ ഒക്കെ കളർ അങ്ങനെ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെ, ബാക്ക് സൈഡ് ഇതുപോലെ. ഇതില് ഫ്രണ്ടില് ഇതാ ഇവിടെ ഒരു സിബും പോക്കറ്റും ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു സിബും പോക്കറ്റും. പിന്നെ സെന്ററിലേക്ക് വരുമ്പോ ഇതാ ഇത് ഒരു സിബും പോക്കറ്റ്, ഇത് അടുത്തത്. ഇതിൽ നമുക്ക് 3 ഫോൾഡിന്റെ കൊട വരെ ഇടാട്ടോ. ഇതൊരു ഒരുപാട് വലിപ്പമുള്ള ഒരു ബാഗല്ല, മീഡിയം സൈസിൽ വരുന്ന ഒരു ബാഗാണ്. ഇപ്പുറത്ത് വേറൊരു കമ്പാർട്ട്മെന്റ്. അപ്പൊ ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ്, ദെൻ ഇത് നെക്സ്റ്റ് കമ്പാർട്ട്മെന്റ്, സെന്ററിൽ ഒരു കമ്പാർട്ട്മെന്റ്, വീണ്ടും ഇപ്പുറത്തൊരു കമ്പാർട്ട്മെന്റ്, ദെൻ ബാക്ക് സൈഡിലേക്ക് വരുമ്പോ ബാക്കിലും ഒരു കമ്പാർട്ട്മെന്റ്. അപ്പൊ ഇതൊരു മീഡിയം ബാഗ് ആണെങ്കിലും ഇഷ്ടം പോലെ സാധനങ്ങൾ നമുക്ക് വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ് ഇത്. പിന്നെ ഇത് കൂടാതെ ഇതിന്റെ ഈ സൈഡിലുണ്ടല്ലോ ഇങ്ങനെ ഒരു ചെറിയൊരു സിബും ഒരു പോക്കറ്റും കണ്ട, ഇത്രയ്ക്ക് എന്റെ ഈ കൈപ്പത്തിയുടെ പകുതി വരെ ഇതിലേക്ക് കിടക്കും. അപ്പൊ അങ്ങനെ ഒരു സിബും പോക്കറ്റും രണ്ട് സൈഡിലും അവൈലബിൾ ആണ്. ഇത് നമ്മൾ ഡെയിലി കൊണ്ടുപോകുന്ന ഒരു ബാഗല്ല, നമുക്ക് യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. അംബിക ബ്രാൻഡിൽ വന്നിരിക്കുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1050 രൂപ. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു എന്താ പറയാ, ഒരു ബ്രൗണിലേക്കൊക്കെ കടക്കുന്ന ഒരു ഷെയ്ഡ്. പിന്നെ വരുന്ന ഒരു ഷെയ്ഡ് ഫുള്ളും ഇതുപോലെ ഒരു ബ്ലാക്ക് ആണ്. പിന്നെ വന്നിരിക്കുന്ന ഒരു ഷെയ്ഡ് ഇതാ ഒരു ഗ്രീനും ബ്ലാക്കും. എല്ലാത്തിന്റെയും ഈ സ്ട്രാപ്പും മുകൾ ഭാഗം ഒക്കെ വരുന്നത് ബ്ലാക്ക് ആണ്. ഇവിടുത്തെ ഷെയ്ഡിന് മാത്രമാണ് വ്യത്യാസമുള്ളൂ. വളരെ ലിമിറ്റഡ് പീസുകൾ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നല്ലതുപോലെ കസ്റ്റമർ എൻക്വയറി ഉള്ള ബാഗ് ആയതുകൊണ്ടാണ് കുറച്ച് പീസ് ആണ് കിട്ടിയുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ട് വന്നത്. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഓരോന്നിന്റെ റേറ്റ് വരുന്നതും 1050 രൂപ. നെക്സ്റ്റ് ബാഗ്, ഈ ബ്രാൻഡ് ഞാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പ്രാഡ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ കോപ്പി ബാഗ് ആണ്. അപ്പം ഇത് ഞാൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു ഐറ്റം ആണ്. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡ്. ഫ്രണ്ടിലൊക്കെ കണ്ടോ, ഇതാണ്, ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ടിലത്തെ ഡിസൈൻ വന്നിരിക്കുന്നത്. ബാക്ക് സൈഡും ഇതുപോലെ തന്നെ. ഇനി ഇത് ഇങ്ങനെയും നമുക്ക് കൈത്തണ്ടയിൽ ഇട്ടിട്ട് പിടിക്കാം. ഇനി അതല്ല, നീളത്തിൽ ഇടണം എന്നുള്ളവർക്ക് നീളത്തിൽ ഇടാനായിട്ടുള്ള സ്ലിങ് ഇതിന്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ഉള്ളിലാണ് ഇതിനുള്ള കൊളുത്ത് വന്നിരിക്കുന്നത്. ഇനി ഇതാണ് സെന്ററിൽ സിബ്. ഇതിങ്ങനെ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ലോഗോ ഒക്കെ അടിച്ച് വന്നിരിക്കുന്നതാട്ടോ. അപ്പൊ നീളത്തിലുള്ള സ്ലിംഗ് ആണ് ഇതിന്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സെന്റർ സിബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളില് ഇങ്ങനെ 2 കമ്പാർട്ട്മെന്റ് ആണ്. നോക്കൂ, ഇവിടെ ഒരു കമ്പാർട്ട്മെന്റ്, ഇതൊരു ബോക്സ് ടൈപ്പ് ബാഗാണ്. അതുകൊണ്ട് തന്നെ ഈ സൈഡിലുള്ള ഇത്രയ്ക്ക് സ്പേസ് തന്നെ ഇതിന്റെ ഉള്ളിൽ കിട്ടും. അപ്പൊ നമുക്ക് ഇതിൽ നമുക്ക് 3 ഫോൾഡിന്റെ കൊടയൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ സെന്ററിൽ ഈ സിബും പോക്കറ്റും ഉണ്ടല്ലോ, ഇത് താഴ്ഭാഗത്ത് അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കമ്പാർട്ട്മെന്റിൽ ഇടുന്ന സാധനങ്ങൾ മറ്റു കമ്പാർട്ട്മെന്റിലേക്ക് വരില്ല. പിന്നെ ഇതിന്റെ സൈഡിലുള്ള ഒരു സിബും പോക്കറ്റ്, ഇപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ സിബ് ഇല്ലാത്ത ഒരു പോക്കറ്റ്. അപ്പൊ ഇതും അതെ, നമ്മൾ ഡെയിലി ജോലിക്കൊന്നും പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗല്ല. ഇതൊക്കെ ഒരു ക്ലാസ് ബാഗുകളാണ്. നമുക്ക് യാത്ര പോകുമ്പോൾ അതല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗ്. പ്രാഡ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ കോപ്പിയാണ്. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 1150. ഇത് മെറൂൺ എന്ന് പറയാൻ പറ്റില്ല, എന്നാ വൈൻ എന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ്. പിന്നെ വരുന്നത് ഒരു ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. പിന്നെ വരുന്നത് ഒരു കോഫി കളർ. അപ്പൊ ഈ കോഫിയും ഈ കളറും കൂടി വെക്കുമ്പോ അതിന്റെ ആ ഡിഫറൻസ് മനസ്സിലാവുന്നില്ലേ? ഇത് മെറൂൺ എന്നും പറയാൻ പറ്റില്ല, വൈൻ എന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. അപ്പൊ ഇത്രയും ഷെയ്ഡുകളിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതില് ഓരോന്നിന്റെ റേറ്റ് വരുന്നതും 1150 രൂപ. കാണിക്കുന്ന ബാഗ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മൈക്കിൾ കോറിന്റെ കോപ്പിയാണ്.
അപ്പോ എപ്പോ കൊണ്ടുവന്നാലും ഈ മൈക്കിൾ കോർ ഈ ബ്രാൻഡഡ് ബാഗുകൾ എന്നൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്നത് എല്ലാം തന്നെ ഇങ്ങനെ കൊത്തിപ്പറക്കി പോവാന്ന് പറയില്ലേ, അതുപോലെ പോകുന്ന ബാഗുകളാണ്. അപ്പൊ അതിൽ വന്നിരിക്കുന്ന ബാഗാണ് ഈ മൈക്കിൾ കോറിന്റെ ബാഗ്. ഇതിന്റെ കളർ കണ്ടോ, ഈ ഷെയ്ഡ് ഇതുവരെ കിട്ടിയിട്ടില്ല, ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഇത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു സിൽവറും ബ്ലാക്കും കൂടി മിക്സ് ചെയ്ത് വന്നിരിക്കുന്ന ഒരു ഷെയ്ഡാണ്. ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെ, ബാക്ക് സൈഡിൽ ഒരു സിബും പോക്കറ്റും ഉണ്ട്. ഇനി സെന്ററിലേക്ക് വരുമ്പോ സെന്ററിൽ സിബ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ 2 കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ ഡെയിലി ഒന്നും കൊണ്ടുപോകുന്ന ബാഗായിട്ട് ഉപയോഗിക്കണ്ട, നമുക്ക് ഇതൊക്കെ യാത്ര പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ബാഗാണ്. കണ്ട, ഇത്രയും സ്പേസ് ഉണ്ട് ഇതിൽ. ഇതൊരു കമ്പാർട്ട്മെന്റ്, ഇതൊരു കമ്പാർട്ട്മെന്റ്. പക്ഷെ ഇത് ഇതിന്റെ സൈഡല്ല, സെന്ററിലുള്ള ഈ സിബും പോക്കറ്റും ഉണ്ടല്ലോ, ഇത് താഴെ അറ്റാച്ച്ഡ് അല്ല. പക്ഷെ നമ്മൾ ഡ്രസ്സുകളോ സാധനങ്ങളോ ഒന്നും വെക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പക്ഷെ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ ഒരു സൈഡിൽ ഇട്ടാലും മറ്റേ സൈഡിലേക്ക് ഇത് വരും കേട്ടോ. പിന്നെ ഇതിൽ ഒരു സൈഡിൽ സിബ് ഇല്ലാത്തൊരു പോക്കറ്റ്, മറ്റേ സൈഡിൽ സിബോട് കൂടിയ ഒരു പോക്കറ്റ്. അപ്പൊ ഇതൊക്കെ ഈ പേരിനാണ് അതിന്റെ ഒരു റേറ്റ്, അല്ല അതിന്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത് മൈക്കിൾ കോറിന്റെ കോപ്പി ബാഗ് ആണ്, ഇതുവരെ കൊണ്ടുവരാത്ത ഒരു ഷെയ്ഡാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1350 രൂപ. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡാണ് ഈ സിൽവറും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ട് വരുന്നത്. പിന്നത്തെ ഷെയ്ഡ് കണ്ടോ, ഈ ഷെയ്ഡ് ഇത് വൈറ്റ് അല്ല, ഇതൊരു ഐവറിയും ഗോൾഡ് ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. നല്ല നല്ല ഷെയ്ഡുകളാട്ടോ, നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു ബാഗ്. നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് ആണ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു പൗഡർ ബ്ലൂ. കണ്ടോ, ഇങ്ങനെ 4 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഓരോന്നിന്റെ റേറ്റ് വരുന്നതും 1350 രൂപ. ഈ ബാഗുകളൊക്കെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഈ മൈക്കിൾ കോറിന്റെ കോപ്പി ബാഗ്സ് ആയാലും പ്രേഡയുടെ കോപ്പി ബാഗ്സ് ആയാലും എല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് അവൈലബിൾ ആയിട്ടുള്ള, ഒരുപാട് ഇല്ല. പക്ഷെ നല്ല നല്ല ബാഗുകൾ ആയതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ എടുത്തിട്ട് വന്നത്. അപ്പൊ ഇതിൽ ഓരോന്നിന്റെ റേറ്റ് വരുന്നതും 1350 രൂപ. കാണിക്കുന്ന ബാഗ് കുറെ പേര് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചെറിയ ബാഗുകൾ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതും ഞാൻ പല പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന ബാഗാണ്, ഗൂച്ചിയുടെ കോപ്പി ബാഗാണ്. അപ്പം ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഒരു ബീജ് ഷെയ്ഡാണ്. ഇതിന്റെ സ്ലിങ്ങിന്റെ പോർഷൻ ഒരു കോഫി ബ്രൗൺ ആണ്. അപ്പൊ ഇനി ഞാൻ ഇതിവിടെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക, അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്യാത്തത്. പല പ്രാവശ്യം കാണിച്ചിരിക്കുന്ന ബാഗുകളാണ്. അപ്പം ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നത് ഇതുപോലെ ഒരു സിബും പോക്കറ്റും. ഇവിടെ 2 കമത് കണ്ട, ഇത് ഒരു കമ്പാർട്ട്മെന്റ്, ഇത് വേറൊരു കമ്പാർട്ട്മെന്റ്, അങ്ങനെയായിട്ടാണ് ഇതിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് സ്മാർട്ട് ഫോൺ ഒക്കെ ഇട്ട് നമുക്ക് എളുപ്പത്തിൽ ഓപ്പൺ ചെയ്യാം. പിന്നത്തെ ഒരു കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സെന്ററിലേക്ക്. ഇതിലേക്ക് നമുക്ക് 3 ഫോൾഡിന്റെ കുട വെക്കാൻ പറ്റില്ല കേട്ടോ, 5 ഫോൾഡിന്റെ കുട മാത്രമാണ് ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഇത് കൂടാതെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലും ഒരു സിബും പോക്കറ്റും. അപ്പൊ മൊത്തം 3 കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്കിതിൽ 5 ഫോൾഡിന്റെ കുട, മൊബൈല്, കണ്ണാടിക്കൂട്, നമ്മളുടെ മേക്കപ്പ് ഐറ്റംസ്, അങ്ങനെയൊക്കെ നമുക്ക് ജസ്റ്റ് പുറത്തേക്ക് പോകുന്ന സമയത്ത് വെച്ചിട്ട് തോളില് നല്ല നീളത്തിൽ ഇടാൻ പറ്റുന്ന സ്ലിംഗ് ആണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 750 രൂപ. അപ്പം ഇനി ഇതിന്റെ ഷെയ്ഡുകൾ എന്ന് പറയുന്നത് ബോഡിയുടെ ഷെയ്ഡ് എല്ലാത്തിലും സെയിം ആയിരിക്കും. ഈ വാറിന്റെ കളർ മാത്രമാണ്, ഇത് ബ്ലാക്ക് ആണ്, അതുപോലെ ഇത് ബ്രൗൺ ആണ്. അപ്പൊ ബ്രൗൺ, ബ്ലാക്ക്, കോഫി ബ്രൗൺ, ഇങ്ങനെ 3 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഓരോന്നിന്റെ റേറ്റ് വരുന്നതും 750 രൂപ. കാണിക്കുന്ന ബാഗ് ഇത് നമുക്കൊരു കുട്ടി ബാഗായിട്ട് ഉപയോഗിക്കാം, ഇങ്ങനെ കൈത്തണ്ടയിൽ ഇട്ടുകൊണ്ട് നടക്കാം. ഇനി അതല്ല, ഇത് നീളത്തിൽ ഇടണം എന്നുള്ളവർക്കാണെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. അതിനുള്ള സ്ലിംഗ് ഇതിന്റെ ഉള്ളിൽ അവൈലബിൾ ആണ്. ഇത് കിഷ് എന്ന് പറയുന്ന ബ്രാൻഡിൽ വന്നിരിക്കുന്ന ഒരു ബാഗ്. കണ്ടോ, ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് പോർഷൻ. ബാക്കിൽ സിബോ പോക്കറ്റോ ഒന്നുമില്ല. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഫുൾ ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റും. ഇപ്പൊ ഇങ്ങനെയാണ് സിബ് വരുന്നത്. അപ്പൊ ഫുൾ ഇപ്പുറത്ത് വരെ നമുക്കിത് അടയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഓപ്പൺ ചെയ്യുമ്പോഴും നമുക്ക് അതുപോലെ തന്നെ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യാനും പറ്റും. ഇതാ ഇപ്പൊ ഇതിന്റെ ടാഗ് ഈ സിബിന്റെ ഉള്ളിൽ കുടുങ്ങി കിടന്ന കാരണമാണ് കേട്ടോ. അപ്പൊ കണ്ടോ, ഇപ്പൊ ഈ ബാഗ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോ ഇതാ നമുക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് ഈ വശവും ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും, ഈ വശവും ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ വരുമ്പോ 2 കമ്പാർട്ട്മെന്റ് ആണ്. ഇതാ ഇതൊരു കമ്പാർട്ട്മെന്റ്, ഇതൊരു കമ്പാർട്ട്മെന്റ്. ഇതിന്റെ സെന്ററിൽ ഒരു സിബും പോക്കറ്റും ഉണ്ട്. ഈ സിബും പോക്കറ്റും താഴെ അറ്റാച്ച്ഡ് ആണ്. അതുകൊണ്ട് ഒരു കള്ളിയിൽ ഇടുന്നത് മറ്റൊരു കള്ളികളിലേക്ക് വരില്ല. പിന്നെ സൈഡിൽ വേറെ ഒരു സിബും പോക്കറ്റും. ഇനി നീളത്തിൽ ഇടാനുള്ള സ്ലിംഗ് ആണിത്.
ഇത് കൊളുത്താനുള്ള ഓപ്ഷൻ ഇവിടെയാണ്. ഇവിടെ ഒരു കൊളുത്ത്, അതുപോലെ ഇപ്പുറത്തെ ഒരു കൊളുത്ത്. അപ്പം ഇത് നമുക്ക് ഇനി ഇത് അടയ്ക്കുമ്പോൾ രണ്ട് സിബ് ഉണ്ട്. അപ്പൊ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ നമുക്ക് അടയ്ക്കാം. അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് 720 രൂപയാണ്. കിഷ് എന്ന് പറയുന്ന ബ്രാൻഡിൽ വന്നിരിക്കുന്ന ബാഗാണ്. ഇനി പ്രായമായവർക്ക് ഇങ്ങനെ കൈത്തണ്ടയിൽ ഇടണം, പ്രായമായവർക്കെന്ന് മാത്രമല്ല ചെറുപ്പക്കാരും അങ്ങനെ കൈത്തണ്ടയിൽ ഇടണമെന്നുള്ളവർക്ക് അങ്ങനെയും ഇടാൻ പറ്റുന്ന ഒരു കുട്ടി ബാഗായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിൽ 5 ഫോൾഡിന്റെ കുട വെക്കാൻ പറ്റും കേട്ടോ, 3 ഫോൾഡിന്റെ കുട വെക്കാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ്, പിന്നെ വന്നിരിക്കുന്നത് ഒരു ഡസ്റ്റി ഗ്രീൻ ഷെയ്ഡ്, പിന്നെ വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ്. ഇങ്ങനെ 3 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതിൽ ഓരോന്നിന്റെ റേറ്റ് വരുന്നതും 720 രൂപ. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, പോസ്റ്റ് വഴി അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നു, ഞാനിപ്പോ ഈ ബാഗുകളുടെ വീഡിയോ കാണിക്കുമ്പോൾ ഞാനിത് ചെറിയ ബാഗാണ്, കുട്ടി ബാഗാണ്, ഇതൊരു മീഡിയം സൈസ് ഉള്ള ഒരു ബാഗാണ്, അല്ലെങ്കിൽ വലിയ ബാഗാണ്, അത് പറഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. കാരണം നിങ്ങളത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇത് വലിപ്പം കൂടി ഇങ്ങനെയാണെന്ന് വിചാരിച്ചില്ല, അങ്ങനെയാണെന്ന് വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് റിട്ടേൺ പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ബാഗിനെ കുറിച്ച് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൈസ് എത്രയാണെന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ അത് ചോദിക്കുക. അപ്പൊ നമ്മൾ അതിനെ കുറിച്ചുള്ള എല്ലാ ക്ലാരിഫിക്കേഷനും തരും. അതിനുശേഷം മാത്രം പർച്ചേസ് ചെയ്യുക. കാരണം റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള കാര്യമില്ല. നിങ്ങൾക്കും ബുദ്ധിമുട്ട്, നിങ്ങളുടെ പൈസ പോവും, ഞങ്ങൾക്കും ബുദ്ധിമുട്ട്, നമ്മളുടെയും പൈസ പോകണം. അപ്പൊ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മുഴുവൻ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക. പിന്നെ ഒരു കാര്യമുള്ളത്, കാലത്ത് 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് ഷോപ്പ് ഉള്ളത്. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ അപ്പം മറുപടി തരുന്നതായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ടാണെങ്കിൽ 5:30 ആകുമ്പോൾ സ്റ്റാഫ്മാരൊക്കെ പോകും. അപ്പൊ ചില ദിവസങ്ങളിൽ 5:30ക്ക് ശേഷം ഷോപ്പ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ മെസ്സേജുകളൊക്കെ ഇട്ടോ, നെക്സ്റ്റ് ഡേ 9 മണി തുടങ്ങി എല്ലാ മെസ്സേജുകൾക്കും മറുപടി തരാം കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.